ഒരു കിടിലൻ മാമ്പഴച്ചാർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകും ഉലുവയും കൂടി പൊട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടിയിട്ട് നന്നായി വഴറ്റി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സുർക്ക, അതായത് വിനാഗിരി ഒഴിച്ചു കേട്ടോ. അത് നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ മാമ്പഴം ഒരുവിധം മൂപ്പായുള്ള മാമ്പഴമാണ് കേട്ടോ, അത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൽ ചേർത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട്, സാധാരണ ഇതിൽ ശർക്കരയാണ് ചേർക്കുക, എനിക്ക് ശർക്കരയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ഇതിലിട്ട് കേട്ടോ. അതായത് ഈ മധുരവും ഈ മറ്റേ വിനാഗിരിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്തുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി വഴറ്റിയെടുത്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് അതിനൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ നല്ല രസമുണ്ടാവും അങ്ങനെ മൂടി വെക്കുക കേട്ടോ. അങ്ങനെ മൂടി വെച്ചിട്ട് തുറന്നപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയത്. ഉപ്പ് ഇട്ടുണ്ട്, ഉപ്പ് പാകത്തിനൊക്കെ ആയിട്ടുണ്ട്, എല്ലാം എരിവും പുളിയും എല്ലാം പാകത്തിനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതെല്ലാം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഒന്ന് കമൻറ്റ് ഇടണേ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് വെറുതെ ഇരുന്നിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കൊന്നും വേണ്ട, പുറത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.